ഹലോ എവരി വൺ, വെൽക്കം ടു കോം മീഡിയ. കുറച്ചധികം നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കോം മീഡിയ എത്തേക്കാണ്. കൺഫ്യൂസിങ് ടേംസ് ഇൻ കൊമേഴ്സുമായിട്ടാണ് ഇത്തവണ കോം മീഡിയ എത്തേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കൊമേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന കുറച്ച് ടേംസ് അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതായിട്ടുള്ള ടേംസുകളായിരിക്കാം ഇതെല്ലാം. പക്ഷേ നമുക്ക് എന്താണ് ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അങ്ങനെയുള്ള ടേംസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേത് IPO ആൻഡ് FPO. ഓക്കെ, പിന്നീട് എന്താണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, അതിനുശേഷം എന്താണ് QIB, അത് കഴിഞ്ഞ് എന്താണ് അണ്ടർ റൈറ്റിംഗ്. ഇത്രയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകാം, ചിലതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇതെന്താണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിൽ വരാത്തൊരു രീതിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ടേംസ് ആവാം. ഓക്കെ, എന്തായാലും നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു 4 ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് IPO ആൻഡ് FPO? ഇത് തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ്, എന്താണ് ഇത് രണ്ടും, എന്താണ് ഇത് തമ്മിൽ എന്താ വ്യത്യാസം, ഇത് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. സോ IPO ആൻഡ് FPO എന്ന് പറയുന്നത് 2 ways ആണ് ടു റേസ് ഫണ്ട് ഫ്രം പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനി അവരുടെ ഷെയർസിനെ സെല്ല് ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 വഴികളാണ്. ഒന്ന് IPO ആൻഡ് രണ്ടാമത്തത് FPO എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, FPO എന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഒരു പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ മാർക്കറ്റിനകത്ത് ഷെയർസ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിന് മാത്രമാണ് IPO അല്ലെങ്കിൽ FPOയിലേക്ക് പോകാൻ പറ്റുന്നത്. അതായത് ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നടക്കുന്നത് എവിടെയാണ്? പ്രൈമറി മാർക്കറ്റിലാണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രൈമറി മാർക്കറ്റിൻ്റെ പാർട്ടാണ് IPO ഇഷ്യൂസും അതുപോലെ തന്നെ FPO ഇഷ്യൂസും. അപ്പം നമ്മൾ ആലോചിക്കാം, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് വരുന്നതാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. അതിനകത്ത് മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് അവിടെ വരിക. മണി ആൻഡ് മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ക്ലെയിംസുകളും കാര്യങ്ങളുമാണ് നമുക്ക് മണി മാർക്കറ്റിനകത്ത് വരുന്നത്. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലോങ് ടേം സെക്യൂരിറ്റീസിനെ ഡീൽ ചെയ്യുന്ന, ലോങ് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിനെ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ്, അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്ന ഒന്നാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് മാത്രം ഡീൽ ചെയ്യുന്ന മാർക്കറ്റ്. മൂന്നാമത്തേത് ലോങ് ടേം ലോൺ മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെ 3 ആയിട്ട് തിരിക്കാം. ഇതിൽ നമ്മുടെ ആദ്യത്തെ കാറ്റഗറി ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന എന്താണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഈ പ്രൈമറി മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വരുന്ന 2 വഴികളാണ് IPOയും FPOയും. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഒരു കമ്പനി അതിന് സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്ന, സെല് ചെയ്യുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. ആ ഒരു പ്രൈമറി മാർക്കറ്റിനാണ് ഏതൊരു പുതിയ കമ്പനിയും അതിൻ്റെ ഷെയർസിനെ സെല് ചെയ്യുന്നത് പറയാം. പുതിയ ഷെയർസിനെല്ലാം സെല് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പ്രൈമറി മാർക്കറ്റിനെ പറയാം. ഓക്കെ, ഈ പ്രൈമറി മാർക്കറ്റിലൂടെ പോയ സെക്യൂരിറ്റീസിന് മാത്രമേ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റിലേക്ക് എത്താൻ പോലും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് എത്താൻ പോലും പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൈമറി മാർക്കറ്റിനകത്ത് വരുന്ന 2 ബേസിൽ ഒന്നാമത്തേതാണ് IPO, രണ്ടാമത്തേതാണ് FPO. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്താണ് FPOയും അതേപോലെ തന്നെ IPOയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഇപ്പോൾ ഒരു പുതിയ കമ്പനി, ഒരു ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് വരുന്ന ഒരു കമ്പനി, അവർക്ക് എന്ത് ചെയ്യണം? ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ആ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യമായിട്ട് പബ്ലിക്കിന് അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. അതായത് ആദ്യമായിട്ട് ആ കമ്പനി എന്ത് ചെയ്യാണ്? പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ അവരെടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഓക്കെ, അവിടെ അവർക്ക് അവർ ഇതേവരെ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് കൂടുതലാണ്. അതുകൂടാതെ അവിടെ വളരെയധികം റിസർച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ.
പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, എത്രത്തോളം ഷെയർസ് നമുക്ക് വിൽക്കാൻ പറ്റുന്നുള്ള ധാരണയിലാവട്ടെ, എല്ലാത്തിലും അവർക്ക് വളരെയധികം റിസർച്ചിൻ്റെ ആവശ്യം വരും. ഓക്കെ, അതാണ് IPO എന്ന് പറയുന്നത്. അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഒന്നെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്രൈസ് അവർ തന്നെ IPO തുടങ്ങുന്നതിന് മുന്നേ ഫിക്സ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് IPO. ഇനി അങ്ങനെ ആദ്യമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയർസിനെ ഇഷ്യൂ ചെയ്തു. അപ്പോൾ അവർ നടത്തിയത് IPO ഇഷ്യൂസ് ആണ്. അപ്പോൾ അവർ ഇഷ്യൂ ചെയ്തത്, സപ്പോസ് വിചാരിക്കുക 65% ഓഫ് ദ ഷെയർസിനെയാണ് അവർ ഇഷ്യൂ ചെയ്തത്. ഇനിയും കിടപ്പുണ്ട് 35% ആണല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ 20% അവർ എന്ത് ചെയ്തു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം അവർ 65 കഴിഞ്ഞു, അതിനുശേഷം അവർ എന്ത് ചെയ്തു, 20% അടുത്ത് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അവർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതിനാണ് നമ്മൾ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അതായത് ആ കമ്പനി ആദ്യമായിട്ടല്ല ഇപ്പോൾ പബ്ലിക് ഓഫറിംഗ് നടത്തുന്നത്, ദേ ഹാഡ് മെയ്ഡ്, അല്ലെ, അവർ ഓൾറെഡി നടത്തി കഴിഞ്ഞു. അത് 65% ഓഫ് ദ ഷെയർസ് അവർ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് 20% ഇഷ്യൂ ചെയ്യാനായിട്ട് പോവുകയാണ് ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന അടുത്ത ഇഷ്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഓൾറെഡി അവരുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞു, IPO വഴി പ്രൈമറി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു കുറച്ച് സെക്യൂരിറ്റീസ്. ബാക്കി അടുത്ത സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിക്ക് 20% അവരടുത്ത് കൊണ്ടുവരികയാണ്. ഇനി തേർഡ് ഫേസ് എന്നുള്ള രീതിക്ക് അവരെന്ത് ചെയ്യുന്നു, അടുത്ത 15% കൂടെ കൊണ്ടുവരുമ്പോൾ അവരുദ്ദേശിച്ച അത്രയും സെക്യൂരിറ്റീസ് എന്ത് ചെയ്ത് കഴിഞ്ഞു, പ്രൈമറി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. പ്രൈമറി മാർക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് IPO എന്ന് പറയും. ആ IPOയ്ക്ക് ശേഷം അവർ പ്രൈമറി മാർക്കറ്റിൽ പിന്നീട് ഇഷ്യൂ ചെയ്യുന്ന അവരുടെ എല്ലാ സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂസിനെയും, അതും ഫസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് തന്നെ ആയിരിക്കും, പക്ഷെ IPOയ്ക്ക് ശേഷമായിട്ട് വരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, FPO എന്നുള്ള പേരിൽ പറയും. അപ്പോൾ ഇവിടെ FPO എത്തുമ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി, കുറച്ചധികം ഒരു ധാരണ ഉണ്ടായി അല്ലേ. നമ്മുടെ സെക്യൂരിറ്റീസ് ഓൾറെഡി ട്രേഡിങ്ങിലാണ് 65%. സോ നമുക്കറിയാം എങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, മാർക്കറ്റിൽ എത്രത്തോളം അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ധാരണ ഉണ്ടായി അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിസിനകത്ത് മാർക്കറ്റിലുള്ള പെർഫോമൻസിൻ്റെയും കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ്റെയും ബേസിസിൽ വരുന്ന ഒരു പ്രൈസ് ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എത്ര ആയിരിക്കും ആൾക്കാർ വാങ്ങിക്കാൻ വരിക, എത്ര പ്രൈസിനാണെങ്കിൽ നമ്മുടെ ഷെയർസ് വിറ്റുപോകും, ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇതാണ് FPOയും IPOയും. ഓക്കെ, അപ്പോൾ ഈ FPOയിനും IPOയിനെയും ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ IPO എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രൈസ് ഈസ് ഫിക്സ്ഡ് ബൈ ഫിക്സഡ് പ്രൈസ് IPO അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഫിക്സഡ് പ്രൈസ് IPO എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ് എന്താണെന്ന് നോക്കാം. ഫിക്സഡ് പ്രൈസ് IPO, ആ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് അറിയത്തില്ല ഈ കമ്പനിയുടെ എന്താണ് എത്ര പ്രൈസ് ആൾക്കാർ വാങ്ങിക്കുന്നതെന്ന് അറിയത്തില്ല അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന 2 ഓപ്ഷൻസിൽ ഒന്നാമത്തെയാണ് ഫിക്സഡ് പ്രൈസ് IPO എന്ന് പറഞ്ഞു. അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ആരാ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു പാർട്ടി ഉണ്ട്. ആ പാർട്ടി കമ്പനിയുമായി ചേർന്നിട്ട് കമ്പനിയുടെ അസറ്റ്സിനെ, അതുപോലെ ലൈബിലിറ്റീസിനെ, അവരുടെ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് ദ ഫ്യൂച്ചർ പ്രോജക്ട്സ്, ഫ്യൂച്ചർ ആസ്പെക്ട്സ്, ഗ്രോത്ത് എത്രയുണ്ടാവും, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും, ഫിനാൻഷ്യലി വരുന്ന എല്ലാ ആസ്പെക്ട്സിനെയും, അസറ്റിനെയും ലൈബിലിറ്റിനെയും എല്ലാത്തിനെയും ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു ടാർജറ്റ് ഫണ്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു ടാർജറ്റ് ഫണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് അത് വാങ്ങിക്കും എന്നുള്ളൊരു ഇവാലുവേഷൻ നടത്തും. അസറ്റ്സ്, ലൈബിലിറ്റീസ്, ആസ്പെക്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് ആ ഒരു ഇവാലുവേഷൻ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ബേസിസിനകത്ത് ഒരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. അങ്ങനെ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസിനെ അവരെന്ത് ചെയ്യും, ഓർഡർ ഡോക്യുമെൻറ്റിനകത്ത് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ആ ഓർഡർ ഡോക്യുമെൻറ്റിനകത്ത് വൈ ദേ ഫിക്സ്ഡ് ദിസ് പ്രൈസ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ആ പ്രൈസിനെ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെയാണ് ഫിക്സഡ് പ്രൈസ് IPO. ആഫ്റ്റർ ദ ഇഷ്യൂ ഹാസ് ബീൻ ക്ലോസ്ഡ്, അതിനുശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പക്ഷേ ഡിമാൻഡ് ഫോർ ദ സെക്യൂരിറ്റീസ് എത്രയാണ് എന്നുള്ളത് അറിയാനായിട്ട് പറ്റൂ. ഇതാണ് എന്താണ് IPOയുടെ അകത്ത് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 2 മെത്തേഡ്സ് ആയിട്ടുള്ളതിൽ ഒന്നാമത്തെ മെത്തേഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഒരു പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള മെത്തേഡ് ഏതാണ്, അടുത്ത മെത്തേഡാണ്. എന്താ അടുത്ത മെത്തേഡ്,
IPOയ്ക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അടുത്ത മെത്തേഡ് എന്താണ്? ദാറ്റ് ഈസ് ബുക്ക് ബിൽഡിംഗ്. ഓക്കെ, ബുക്ക് ബിൽഡിംഗ് എന്നുള്ളതാണ് വളരെയധികം കേട്ട് പരിചയമുള്ളൊരു വാക്കായിരിക്കും ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്താ, ഏതാ, എങ്ങനാ അതൊന്നും അറിയുന്നുണ്ടാവില്ല. സോ നമുക്ക് നോക്കാം എന്താണ് ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് പ്രൈസ് IPOനകത്ത് the price of the security is fixed by evaluating അല്ലെ the assets, liabilities and financial aspects of the company by the company and by the underwriter അല്ലെ. അവർ രണ്ടുകൂടി ഇവാലുവേറ്റ് ചെയ്ത ശേഷമാണ് എന്തായിരിക്കും പ്രൈസ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഏതിനകത്ത്? ഫിക്സഡ് പ്രൈസിനകത്ത്. പക്ഷേ ബുക്ക് ബിൽഡിങ്ങിനകത്ത് അങ്ങനെയല്ല. അവിടെ നമ്മൾ അണ്ടർ റൈറ്ററിനെ അപ്പോയിന്റ് ചെയ്ത പോലെ ഇവിടെ ഒരു ലീഡ് മാനേജർ അല്ലെങ്കിൽ ഒരു ബുക്ക് റണ്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അപ്പോയിന്റ് ചെയ്യും. ദേ മേ ബി മെർച്ചന്റ് ബാങ്കേഴ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഈവൻ എന്താണ് ഈ പറഞ്ഞ അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ആവാം. ഓക്കെ, അങ്ങനെ ഒരു ലീഡ് മാനേജർ ഉണ്ടാകും. ആ ലീഡ് മാനേജറാണ് ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ പ്രൈസ് തീരുമാനിക്കുന്നത്? ഇവിടെ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്. മാർക്കറ്റിലുള്ള ഡിമാൻഡ് എന്താണ്, സപ്ലൈ എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസിന് നമുക്കൊരു ഹയസ്റ്റ് ബിഡും നമ്മൾ പറയും, ലോവസ്റ്റ് ബിഡും പറയും. ഈ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രൈസ് നമുക്ക് പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന് ബിഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിഡ് ചെയ്ത പ്രൈസ് ഏതാണ് എന്നുള്ളത് നോക്കി അതിൻ്റെ ബേസിസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ പറഞ്ഞ പോലെ IPOയുടെ പ്രൈസ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം എന്നും പറയുന്നുണ്ട്. സോ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ കാര്യം. നമ്മളൊരു ഇഷ്യൂവിനെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എത്ര ആയിരിക്കും എന്നുള്ളൊരു ഇവാലുവേഷൻ്റെ ബേസിസിൽ 2 ക്യാപ്സ് വെക്കും. ആ ക്യാപ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ പോലും മാർക്കറ്റിൽ അതിനുണ്ടാകുന്ന ഡിമാൻഡും അതിനുള്ള സപ്ലൈ ഫോഴ്സസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് അവരുടെ ബിഡിങ് പറയും, എത്ര രൂപയ്ക്ക് അവർ വാങ്ങിക്കാൻ തയ്യാറാണ് എന്നുള്ളത് പറയും. അങ്ങനെ പ്രോസ്പെക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്, അവർ ഇതുവരെ നമ്മുടെ ബയേഴ്സ് ആയിട്ടില്ല, ആകുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അവരവരുടെ ബിഡ്, അവരെത്ര രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ തയ്യാറാണ് എന്നുള്ള ബിഡ് പറയും. അങ്ങനെ ഏറ്റവും കൂടുതൽ ബയേഴ്സ്, പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ബിഡ് ചെയ്തത് ഏതാണോ അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എമൗണ്ടിനെ പ്രൈസായിട്ട് അങ്ങ് ഫിക്സ് ചെയ്യും. ഇതിനെയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനെ അതുകൊണ്ട് തന്നെ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം എന്ന് പറയുന്നുണ്ട്. സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് വളരെ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് ഓൺ 12th October 1995 ഒക്ടോബർ 12th സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിനകത്ത് ഇനി അടുത്ത് വരുന്ന QIB ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് പറഞ്ഞു, അതേപോലെ ഫിക്സഡ് IPO പറഞ്ഞു, ഫിക്സഡ് പ്രൈസ് IPO പറഞ്ഞു. ഇതെല്ലാം IPOയും FPO ആയിട്ട് റിലേറ്റ് ചെയ്താണ് പറഞ്ഞത് അല്ലേ. IPO ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡുകളിൽ ഒന്നാണ് ഫിക്സഡ് പ്രൈസ് വഴി പ്രൈസ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് വഴി പ്രൈസ് ഫിക്സ് ചെയ്യുക. രണ്ടാണെങ്കിലും അവിടെ വാങ്ങിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വേണ്ടി വരും അല്ലേ, ബയേഴ്സ്. അങ്ങനെ വരുന്ന ബയേഴ്സിൽ ഒരു കാറ്റഗറി ഓഫ് ബയേഴ്സ് ആണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അല്ലെങ്കിൽ QIB എന്ന് പറയുന്നത്. ഇനി ആരാണ് QIB? QIB എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺസ് ഹു ആർ അലൗഡ് ടു ബിഡ് പ്രൈസസ്. നമ്മളിപ്പോൾ പറഞ്ഞ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് പ്രൈസ് ബിഡ് ചെയ്യാനായിട്ട് അലൗ ചെയ്തിട്ടുള്ള ആൾക്കാർ, ആരാണോ പ്രൈസ് ഡിസ്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ആർക്കാണോ സെക്യൂരിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെല്ലാത്തിനും പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ബയേഴ്സിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ബിഡ് ചെയ്യാനും പ്രൈസ് ഡിസ്കവറിക്ക് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സെക്യൂരിറ്റി സപ്ലൈ ചെയ്യാനും എല്ലാത്തിനും കഴിവുള്ളതാരോ അവരാണ് QIBs. അതിൽ വരുന്ന ആൾക്കാർ ഈ പറയുന്ന ഇത്രയും ആൾക്കാരാണ്: പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇൻഷുറൻസ് കമ്പനി എക്സെട്ര. ഇവരൊക്കെ നമുക്ക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർക്ക് എല്ലാവർക്കും പ്രൈസ് ബിഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് പ്രൈസ് ബിഡ് ചെയ്യാൻ പറ്റും, പ്രൈസ് ഡിസ്കവർ ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സ് ആരാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്.
സോ നമ്മൾ ഫിക്സഡ് പ്രൈസ് IPO എന്ന് പറയുന്ന ആ ഒരു മെത്തഡ് ഓഫ് പ്രൈസിങ് IPO പറഞ്ഞപ്പോഴേ പറഞ്ഞ കാര്യമാണ്. ഫിക്സഡ് പ്രൈസ് IPOനകത്ത് IPO ഫിക്സ് ചെയ്യുന്നത് ആരാണ്? അണ്ടർ റൈറ്റേഴ്സും അതുപോലെ തന്നെ കമ്പനിയോട് ചേർന്ന് അവരുടെ അസറ്റ്സും അതുപോലെ ലൈബിലിറ്റീസും ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് ടാർജറ്റ് ആയിട്ട് അവർക്ക് വേണ്ട ഫണ്ടിനൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ നോക്കുന്നുണ്ട് വാട്ട് ഈസ് അണ്ടർ റൈറ്റർ ആൻഡ് അണ്ടർ റൈറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് നോക്കാം എന്താണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഡൺ ബൈ അണ്ടർ റൈറ്റർ എന്ന് പറയാം. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് അണ്ടർ റൈറ്റർ ചെയ്യുന്ന മൊത്തം വർക്കിനെയും നമുക്ക് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് സിംപ്ലി എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ് അണ്ടർ റൈറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേം ഓഫ് ബ്രോക്കേഴ്സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ്. അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്, ഗ്യാരണ്ടി കോൺട്രാക്റ്റിലേക്ക് വരികയാണ്. ആരുമായിട്ടാണ് ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലേക്ക് വരുന്നത്. ഒരു കമ്പനി ഉണ്ടാകും ഹു ഇഷ്യൂ ഷെയർസ്. ഓക്കെ, ഷെയർസ് പബ്ലിക്കിനായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് വരുന്ന കമ്പനി ഉണ്ടാകും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ IPO ആവട്ടെ FPO ആവട്ടെ, അവിടെ ഒക്കെ വരുന്ന കമ്പനിക്ക് പ്രയർ നോളജ് ഇല്ല. അവരുടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഷെയർസിന് എത്രത്തോളം മാർക്കറ്റബിലിറ്റി ഉണ്ടാകും, അവർ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ആ ഒരു ഇഷ്യൂവിന് എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും, ഓക്കെ, മാർക്കറ്റ് എത്രത്തോളം അതിനെ എടുക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റിയിലാണ് ആ ഒരു ഇഷ്യൂ നടത്തുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഈവൻ നമ്മുടെ ഫിക്സഡ് പ്രൈസ് IPO ആണെങ്കിൽ ഒരു രീതിക്കും ഡിമാൻഡ് അറിയത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏറ്റവും ലാസ്റ്റ് ഇഷ്യൂ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് വാട്ട് ഈസ് ദ ഡിമാൻഡ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്ത ഇഷ്യൂ വെറുതെ ആയി പോകരുത് അല്ലേ. അതിന് എന്ത് വേണം? അതിനൊരു വാലിഡിറ്റി ഉണ്ടാകണം. അങ്ങനെ വാലിഡിറ്റി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആസ് പെർ ദ സെബി ഗൈഡ് ലൈൻസ് എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂടെ 90% എങ്കിലും അറ്റ്ലീസ്റ്റ് പബ്ലിക് എന്ത് ചെയ്തിരിക്കണം? സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. 90% ഓഫ് ദി ഇഷ്യൂ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇഷ്യൂ വാലിഡ് ആവത്തുള്ളൂ. അങ്ങനെ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുക? ഈ പറഞ്ഞ ഇഷ്യൂ എന്തായി മാറും? ക്യാൻസൽ ആയി പോകും. അതുവരെ കളക്ട് ചെയ്ത മുഴുവൻ എമൗണ്ടും മെർച്ചന്റ് ബാങ്കേഴ്സ് ഓർ ദ ബാങ്കർ ടു ദ ഇഷ്യൂ വഴി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതിൽ അപ്ലൈ ചെയ്ത ആൾക്കാർക്കായിട്ട് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ചെയ്ത മുഴുവൻ പ്രോസസ്സും എന്തായിട്ട് പോകും? വെറുതെ ആയി പോകും അല്ലേ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫേം ഓഫ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ അണ്ടർ റൈറ്ററിൻ്റെ അടുത്ത് ചെല്ലുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനകത്ത് അണ്ടർ റൈറ്റേഴ്സ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു കമ്പനി ഈ പറഞ്ഞ പോലെ 1 lakh ഷെയർസ് 1 lakh ആണ് അവരെന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിനകത്ത് 60,000 റുപ്പീസ് മാത്രമാണ് പബ്ലിക് എന്ത് ചെയ്തേക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 90% ആണെങ്കിൽ മാത്രമേ എന്തെത്തുള്ളൂ? മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തുള്ളൂ. കാരണം 90% വേണം എന്ന് പറഞ്ഞു, ഇഷ്യൂടെ 90% വേണം. അപ്പോൾ 90,000ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇനി എത്ര രൂപയുടെ ആവശ്യമുണ്ട്? 30,000 അല്ലേ. ആ 30,000 രൂപയ്ക്ക് വരുന്ന ഷെയർസിനെ എന്ത് ചെയ്യും? ഇവർ ഗ്യാരണ്ടി തരും. അതായത് എത്ര രൂപയാണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത്, എത്ര രൂപയാണോ മിനിമം സബ്സ്ക്രിപ്ഷനിലേക്ക് എത്താൻ ഇനി നമുക്ക് വേണ്ടുന്നത്, ആ വേണ്ടുന്ന എമൗണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടൻ സം ഓഫ് ഷെയർസ് ഇവരെന്ത് തരും? ഗ്യാരണ്ടി തരാം എന്ന് പറയും. ചില സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആകാം, ചില സിറ്റുവേഷനിൽ പാർഷ്യൽ ആകാം, എങ്ങനെ വേണോ ആകാം. അത് ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ സിംപ്ലി അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്, അണ്ടർടേക്കൺ ബൈ അണ്ടർ റൈറ്റർ or simply the firm of brokers or financial institution എന്ന് പറയാം. ഇവിടെ the underwriter will provide guarantee to the issuing company that certain sum of shares will be bought by them or purchased by them when not being invested by public. പബ്ലിക് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സർട്ടൈൻ നമ്പർ ഓഫ് ഷെയർസ് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടു ദ ഇഷ്യൂയിങ് കമ്പനി. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് കമ്പനിക്ക് ഇഷ്യൂയിങ് കമ്പനിയിലേക്ക് മിനിമം സബ്സ്ക്രിപ്ഷനിലേക്ക് എത്താനും പറ്റും, അവരുടെ ഷെയർസിന് അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂവിന് മാർക്കറ്റബിലിറ്റി എൻഷുർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ് സം ഓഫ് ഷെയർസ് അവർ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്നുള്ളത് ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിങ്ങിനെ ബേസ് ചെയ്ത് ഇരിക്കുന്നു. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിംഗ് ആണ് ഉള്ളത്.
സോ നോർമലി 4 തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണുള്ളത്. ഒന്നാമത്തത് സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിംഗ്. സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇഷ്യൂയിങ് കമ്പനിയും അതുപോലെ തന്നെ ഈ പറയുന്ന അണ്ടർ റൈറ്ററും തമ്മിലൊരു കോൺട്രാക്ട് വരുന്നു. ആ കോൺട്രാക്ട് അനുസരിച്ച് പറയുന്ന എത്ര രൂപയാണോ പബ്ലിക് അബ്സോർബ് ചെയ്യാതെ പോയത് അത് മുഴുവൻ ആര് വാങ്ങിക്കും? അണ്ടർ റൈറ്റർ വാങ്ങിക്കും. 20,000 രൂപയാണെങ്കിൽ അത്രയും അണ്ടർ റൈറ്റർ വാങ്ങിച്ചോളും. ഇനി അല്ല 50,000 ആണെങ്കിലും അത് അണ്ടർ റൈറ്റർ വാങ്ങിക്കും. അങ്ങനെ പബ്ലിക് അബ്സോർബ് ചെയ്യാതെ പോയത് എത്ര എമൗണ്ടിന്റെ സെക്യൂരിറ്റീസ് ആണോ അത് മുഴുവൻ ആര് വാങ്ങിക്കും? അണ്ടർ റൈറ്റർ വാങ്ങിക്കും. അതാണ് സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഔട്ട്റൈറ്റ് പർച്ചേസ് ആണ്. ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഔട്ട്റൈറ്റ് ആണ്. ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെ ആദ്യമേ കൂട്ടി നമ്മുടെ അണ്ടർ റൈറ്റർ അങ്ങ് എല്ലാ സെക്യൂരിറ്റീസും വാങ്ങിക്കും. അതായത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വെൽ ഇൻ അഡ്വാൻസ് എല്ലാ സെക്യൂരിറ്റീസും കൂടി ആര് വാങ്ങിക്കും? ഈ പറയുന്ന അണ്ടർ റൈറ്റർ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം പൈസ കൊടുക്കും. ആർക്ക് കൊടുക്കും? ഇഷ്യൂയിങ് കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ ഇഷ്യൂയിങ് കമ്പനിക്ക് വേണ്ട കാര്യം നടന്നു. ഇഷ്യൂയിങ് കമ്പനിക്ക് എന്താ വേണ്ടത്? സെക്യൂരിറ്റീസ് വിൽക്കണം. ആ സെക്യൂരിറ്റീസ് മുഴുവൻ ആര് വാങ്ങിച്ചു? അണ്ടർ റൈറ്റർ വാങ്ങിച്ചു. സോ ആരുടെ പണി കഴിഞ്ഞു? ഇഷ്യൂറൻസ് കമ്പനിക്ക് വലിയ പാടൊന്നുമില്ല. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അണ്ടർ റൈറ്റർ ഈ സെക്യൂരിറ്റീസിന് എന്താ ചെയ്യുക? അണ്ടർ റൈറ്റർ ഇതിനെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസ് വഴി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. ആ പ്രൈസ് എത്ര വേണം തീരുമാനിക്കാൻ ആർക്ക് പറ്റും? അവർക്ക് പറ്റും. എങ്ങനെ കൊടുക്കണം, ഏത് രീതി കൊടുക്കണം, ഏത് പ്രൈസിന് കൊടുക്കണം, ഇതെല്ലാം അവർ തീരുമാനിക്കും. ഇതാണ് ഔട്ട്റൈറ്റ് പർച്ചേസ്. ഇനി മൂന്നാമത്തേത് ജോയിന്റ് അണ്ടർ റൈറ്റിംഗ് ആണ്. ജോയിന്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ 2ൽ കൂടുതൽ, ആ പേര് പറയുന്ന പോലെ തന്നെ 2ൽ കൂടുതൽ അണ്ടർ റൈറ്റേഴ്സ് ജോയിന്റ്ലി ആണ് ഒരു ഇഷ്യൂവിനെ അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2ഓ അതിൽ കൂടുതലോ അണ്ടർ റൈറ്റേഴ്സ് ചേർന്നുകൊണ്ട് ഒരു ഇഷ്യൂവിനെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്? അണ്ടർ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ജോയിന്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തത് സിൻഡിക്കേറ്റ് ആണ്. ഓഫൺ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ടേംസ് ആണ് ജോയിന്റ് അണ്ടർ റൈറ്റിങ്ങും സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിങ്ങും. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം സിമിലാരിറ്റീസ് ആദ്യം പറയാം. ജോയിന്റ് അണ്ടർ റൈറ്റിങ്ങിനകത്ത് 2 അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്. 2ഓ അതിൽ കൂടുതൽ അണ്ടർ റൈറ്റേഴ്സ് ഒരുമിച്ച് ചേർന്നാണ് ഒരു ഇഷ്യൂ അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. സിൻഡിക്കേറ്റിനകത്തും 2ൽ കൂടുതൽ അണ്ടർ റൈറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ഇഷ്യൂവിനെ അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. 2ലും അത് തന്നെയാണ്. പിന്നെന്താ തമ്മിലുള്ള വ്യത്യാസം? ഇത്രേ ഉള്ളൂ. സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിങ്ങിനകത്ത് അണ്ടർ റൈറ്റേഴ്സിന്റെ ഇടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകും. ആ എഗ്രിമെന്റിന്റെ ടേംസിലായിരിക്കും അവർ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ അണ്ടർ റൈറ്റ് ജോയിന്റ്ലി അതിനെ അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. ജോയിന്റ് അണ്ടർ റൈറ്റിങ്ങിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ ആബ്സെൻസ് ജോയിന്റ് അണ്ടർ റൈറ്റിങ്ങിൽ ഉണ്ടാകും. പക്ഷെ സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിങ്ങിനകത്ത് ഒരു എന്തുണ്ടാകും? ഈ പറഞ്ഞ പോലെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകും. ഫോർമൽ എഗ്രിമെന്റ് അണ്ടർ റൈറ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകും. അപ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 കോൺട്രാക്റ്റുകൾ ഉണ്ടാകും സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിങ്ങിനകത്ത്. ഒന്ന് അണ്ടർ റൈറ്റേഴ്സും ഇഷ്യൂയിങ് കമ്പനിയുമായിട്ട്, അതാണ് ഒന്നാമത്തെ കോൺട്രാക്ട്. രണ്ടാമത്തെ കോൺട്രാക്ട് ഓഫ് രണ്ടാമത്തെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സിന്റെ ഇടയിലാണ്. ഓക്കെ, ഇങ്ങനെ 2 എഗ്രിമെന്റ് ഉണ്ടാകും. പക്ഷെ ജോയിന്റ് അണ്ടർ റൈറ്റിങ്ങിനകത്താണെങ്കിലോ ആദ്യം പറഞ്ഞ എഗ്രിമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അണ്ടർ റൈറ്റേഴ്സും ഇഷ്യൂയിങ് കമ്പനിയും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? എന്താണ് IPO എന്നുള്ളതിൽ നിന്നും FPO എന്നുള്ളതിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ IPOയും FPOയും പ്രൈമറി മാർക്കറ്റിനകത്ത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 തരത്തിലുള്ള വേസ് ആണെന്ന് പറഞ്ഞു. അതിൽ IPO എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു കമ്പനി മാർക്കറ്റിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ഇഷ്യൂവിന് IPO എന്ന് പറയുന്നത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അതിനുശേഷമുള്ള ആ കമ്പനിയുടെ എല്ലാ ഇഷ്യൂസിനെയും FPO എന്ന് പറയും. അങ്ങനെ വൺസ് ഈ പറയുന്ന പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് മുഴുവൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് എവിടേക്ക് പോകാൻ പറ്റുന്നത്? സെക്കൻഡറി മാർക്കറ്റ് ഓർ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നിടത്തേക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ IPOയിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് തീരുമാനിക്കാനായിട്ട് 2 വഴികളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഫിക്സഡ് പ്രൈസ് IPO. അവിടെയാണ് നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടത്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ പിന്നെ പഠിച്ചു. ഈ അണ്ടർ റൈറ്റേഴ്സും കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ഫിക്സഡ് IPOനകത്ത് പ്രൈസ് തീരുമാനിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ബേസ്ഡ് ഓൺ ദി ഇവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ്സ്, ലൈബിലിറ്റീസ് എക്സെട്ര ഓഫ് ദ കമ്പനി എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഒരു മെത്തേഡ് ഓഫ് IPOയുടെ പ്രൈസ് ഫിക്സേഷൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് മാർക്കറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ സപ്ലൈ ഫോഴ്സസിൻ്റെയും ബേസിസിനകത്ത്
നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹയർ ക്യാപ്പും ലോവർ ക്യാപ്പും ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ബയേഴ്സ്, പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനടുത്ത് ബിഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഏത് പ്രൈസ് ആണോ ബിഡ് ചെയ്യുന്നത് അതിന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ അതിനെ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം എന്ന് പറഞ്ഞു. ഇത് നടപ്പിലാക്കുന്ന വ്യക്തിനെ ലീഡ് റണ്ണർ ഓർ ദ ബുക്ക് റണ്ണർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്നുള്ളതാണ്. സോ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ബുക്ക് റണ്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ബുക്ക് റണ്ണറിനെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നമുക്ക് ഓർമ്മയുണ്ടേ, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് വഴിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് റണ്ണർ അപ്പോയിന്റ് ചെയ്യുന്നു. നമ്മൾ പിന്നീട് ബിഡുകൾ കളക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയർ ആൻഡ് ലോവർ ക്യാപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിഡുകൾ കളക്ട് ചെയ്യുന്നു. ആ ബിഡുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്ത ബിഡ് ഏതാണോ അതിനെ നമ്മൾ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തു. അതാണ് പ്രൈസ് ഡിസ്കവറി. അങ്ങനെ നമ്മൾ പ്രൈസ് ഡിസ്കവറി ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, അതിനെ നമ്മൾ പബ്ലിസൈസ് ചെയ്യും, ആൾക്കാരോട് അറിയിക്കും. അതായത് നമ്മൾ ഈ പറയുന്ന ഇഷ്യൂവിന് വെക്കാൻ പോകുന്ന പ്രൈസ് ഇത്രയാണ് എന്നുള്ളത് പറയുന്നു. അവിടെ നമ്മൾ ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഹയസ്റ്റ് ബിഡ് എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തതിന് ശേഷം അത് വാങ്ങിക്കാനുള്ള ആൾക്കാർ വരുന്നു, വാങ്ങിക്കുന്നു, സോ സെറ്റിൽമെൻറ്റ് നടക്കുന്നു. ഇതാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. സോ ഓവർവ്യൂവിനകത്ത് നമ്മൾ നാല് കാര്യങ്ങളെ നോക്കിയുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. സോ ആദ്യം നമ്മൾ നോക്കിയത് എന്താണ് IPO ആൻഡ് FPO. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നൊരു ടേമാണ് എന്താണ് ഫിക്സഡ് പ്രൈസ് IPO അല്ലേ. അപ്പോൾ ആ ഒരു പ്രൈസ് മെക്കാനിസം അല്ലാതെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബുക്ക് ബിൽഡിംഗ് ആൻഡ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമ്മൾ QIB, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഫിക്സഡ് പ്രൈസ് IPO ആണെങ്കിൽ അവിടെ വരുന്ന ഒരു ആൾക്കാരാണ് അണ്ടർ റൈറ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ്. അതെന്താന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം തന്നെ ലിങ്ക്ഡ് ആയിട്ടുള്ള ടേംസ് ആണ്, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ടേംസുമാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇനിയും കുറേ ടേംസുകളുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഹോപ്പ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി ടേം ആർ വെരി ക്ലിയർ ടു ഓൾ. സോ നിങ്ങളുടേതായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും പറയുക. സോ അടുത്ത കുറച്ച് ടേംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.